സ്നേഹം ദൈവഭാവം കുടുംബം ദൈവദാനം അതിലെന്നും നമ്മൾ വളരാൻ ഉള്ളിൽ നിറയണം സ്നേഹക്കൂടാരം 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 റവറൻ ഡോക്ടർ അഗസ്റ്റിൻ കല്ലേലി ബെൽജിയം ലുവീൻ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് കുടുംബ ദൈവശാസ്ത്രത്തിൽ ഡോക്ടറേറ്റ് കരസ്ഥമാക്കി 11 വർഷക്കാലം എറണാകുളം അങ്കമാലി അതിരൂപത കുടുംബ പ്രേക്ഷിത കേന്ദ്ര ഡയറക്ടർ എന്ന നിലയിൽ വ്യത്യസ്ത കുടുംബ നവീകരണ പ്രസ്ഥാനങ്ങൾക്ക് രൂപം നൽകുകയും റീലൈറ്റ് യൂട്യൂബ് ചാനലിലൂടെ കുടുംബ ബന്ധങ്ങൾക്ക് വേണ്ട പരിശീലനം നൽകുകയും ചെയ്ത അച്ഛൻ ഇപ്പോൾ മംഗലപ്പുഴ സെമിനാരി അധ്യാപകനായി ശുശ്രൂഷ ചെയ്യുന്നു. കുടുംബ ബന്ധങ്ങളുടെ കെട്ടുറപ്പ് കൂടുതൽ വ്യക്തമാക്കുന്ന സ്നേഹക്കൂടാരം ഫാമിലി ബീറ്റ്സിൽ വ്യത്യസ്ത മേഖലകളിൽ പ്രവർത്തിക്കുന്ന ദമ്പതിമാരോടൊപ്പം സ്വാഗതം ചെയ്യാം ഫാദർ അഗസ്റ്റിൻ കല്ലേലി. സ്നേഹക്കൂടാരം ഫാമിലി ബീറ്റ്സിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം. നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാനായിട്ട് പോകുന്നത് കുടുംബജീവിതത്തിൽ വൈകാരികമായ അനുഭവങ്ങൾ ഉണ്ടാകും. ഈ വൈകാരികമായ അനുഭവങ്ങൾ എങ്ങനെയാണ് തുറന്ന് പങ്കുവെക്കുന്നത്, ജീവിത സഖിയോട് എങ്ങനെ നമുക്കത് ആരോഗ്യകരമായ രീതിയിൽ തുറന്ന് പങ്കുവെക്കാം, ഈ വിഷയമാണ് നമ്മൾ ചർച്ചയ്ക്ക് എടുക്കുന്നത്. നമ്മുടെ കൂടെയുള്ള ദമ്പതികളെ നമുക്കൊന്ന് പരിചയപ്പെടാം, തുടർന്ന് ചർച്ചയിലേക്ക് പ്രവേശിക്കാം. എന്താ പേര്? ബെന്നി. ബെന്നി ആൻഡ് ജിംസി ബെന്നി. അപ്പോൾ ബെന്നിക്കും ജിംസിക്കും നമ്മുടെ ഈ ഷോയിലേക്ക് ഏറ്റവും സ്നേഹപൂർവ്വം സ്വാഗതം. നിങ്ങളുടെ പേര്? എന്റെ പേര് ഹെൻറി. ഹെൻറി. ഭാര്യയുടെ പേര്? ജിഷ ഹെൻറി. ജിഷ. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് രണ്ടുപേർക്ക് നമ്മുടെ ഈ ഷോയിലേക്ക് സ്വാഗതം. നിങ്ങളുടെ പേര്? പേര് നോയൽ. നോയല്. എന്റെ പേര് മിനു. മിനു. അപ്പൊ നിങ്ങൾക്ക് രണ്ടുപേർക്കും നമ്മുടെ ഷോയിലേക്ക് സ്വാഗതം. എന്താ പേര്? ജീവൻ ജോസ്. ജീവൻ ജോസ്. യെസ്. ഭാര്യയുടെ പേര്? നിത്യജീവൻ. നിത്യജീവൻ. നിങ്ങൾക്ക് രണ്ടുപേർക്കും നമ്മുടെ ഈ ഷോയിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം. പ്രിയമുള്ളവരെ, ചില പ്രത്യേകമായ സാഹചര്യങ്ങളിൽ അല്ലെങ്കിൽ ചില പ്രത്യേക സംഭവങ്ങളിൽ നമുക്കുണ്ടാകുന്ന ഒരു ശാരീരിക മാനസിക പ്രതികരണമാണ് ഈ വികാരം എന്ന് പറയുന്നത്. വികാരത്തെ പോലെ തന്നെയുള്ള മറ്റൊരു കാര്യമാണ് നമ്മൾ ഇംഗ്ലീഷിൽ പറയുന്ന ഫീലിങ്സ് എന്ന് പറയുന്നത്. അത് ഈ വികാരത്തെക്കുറിച്ചുള്ള നമ്മുടെ വ്യാഖ്യാനമാണ്, അല്ലെങ്കിൽ അതിനെക്കുറിച്ചുള്ള നമ്മുടെ ചിന്തയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഫീലിംഗ് എന്ന് നമ്മൾ പറയുന്നത്. ഈ രണ്ടുമാണ് നമ്മൾ ഇന്ന് ചർച്ചയ്ക്ക് എടുക്കുന്നത്. അത് എങ്ങനെ നമ്മുടെ കുടുംബജീവിതത്തിൽ ആരോഗ്യകരമായ വിധത്തിൽ തുറന്ന് പങ്കുവെക്കാം. ഓക്കെ, നമുക്കിന്ന് കേൾക്കാം. യെസ്, നിങ്ങളുടെ ജീവിതത്തിൽ അങ്ങനെ നല്ല നല്ല വൈകാരിക അനുഭവങ്ങൾ ഉണ്ടായിട്ടില്ലേ? വൈകാരിക അനുഭവം എന്ന് പറയുന്നത് ഭർത്താവിന് അല്ലെങ്കിൽ ഭാര്യയുടെ ഒരു പ്രത്യേക പെരുമാറ്റം കാണുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ പ്രതികരിക്കുന്നത് കാണുമ്പോൾ നമുക്കുണ്ടാവുന്ന ഒരു പ്രത്യേകമായ അവസ്ഥയാണത് അല്ലേ? അങ്ങനെ ഒരു ഉദാഹരണം ഷെയർ ചെയ്യാവോ? കൊച്ചു ഒരു ഉദാഹരണം പറയാം. അതായത് ഞാൻ എന്റെ ഡ്രസ്സ് എപ്പോൾ അയൺ ചെയ്യാനായിട്ട് കൊടുക്കാറുള്ളത്. എപ്പോഴും അയൺ ചെയ്യാൻ കൊടുക്കാറുണ്ട്. അപ്പൊ അത് വൈഫാണ് പോകുന്ന വഴിയിൽ അത് കൊടുത്ത് പോകേണ്ടത്. ആളത് മിക്കപ്പോഴും മറക്കും. മറന്നു പോകും. വണ്ടിയിൽ തന്നെ ഉണ്ടാവും അത്. അതെ. പിറ്റേ ദിവസം നോക്കുമ്പോൾ ചിലപ്പോ ഉണ്ടാകണമെന്നില്ല. അതെ അതെ. അപ്പൊ വന്നിട്ട് പറയും, ചേട്ടാ ഞാൻ മറന്നുപോയി, കൊടുക്കാനായിട്ട് മറന്നുപോയി. അങ്ങനെയൊക്കെ കേൾക്കുമ്പോൾ വളരെയധികം നല്ലൊരു ദേഷ്യം ഫീൽ ചെയ്യാറുണ്ട്. അതിനനുസരിച്ച് വഴക്ക് പറയാറുണ്ട്. മറന്നുപോയി എന്താന്നൊക്കെ നമ്മളായിട്ട് പറഞ്ഞു പോകും. പിന്നീട് നമ്മള് വൈകുന്നേരങ്ങളില് നൈറ്റില് നമ്മൾ മക്കളൊക്കെ ഉറങ്ങി കഴിയുമ്പോൾ നമ്മൾ തീർച്ചയായിട്ടും അതിനെ കുറിച്ച് ഒരു എന്താ പറയാ ഒരു സോറി പറച്ചിലൊക്കെ നമ്മളും പറയാറുണ്ട്. സോറി പറയും. ഒന്ന് ഇങ്ങനെ ഷോൾഡറിൽ ഒന്ന് ഹോൾഡ് ചെയ്ത് കഴിച്ചും പറയും സോറി, ദേഷ്യപ്പെട്ടില്ല സോറി എന്നുള്ളൊരു വേർഡിങ്. സോറി പറഞ്ഞിട്ടാണ് അത് അവതരിപ്പിക്കുന്നത്. തീർച്ചയായിട്ടും ഹോൾഡ് ചെയ്ത് സോറി പറയാം. അപ്പോൾ ഈ ആളിങ്ങനെ നമ്മളിപ്പോ ആള് പ്രതീക്ഷിക്കുന്ന രീതിയിൽ പ്രതികരിക്കാതെ വന്നപ്പോൾ അല്ലെങ്കിൽ പെരുമാറാതെ വന്നപ്പോൾ ആൾക്ക് ദേഷ്യം വന്നു. ആള് നമ്മളോട് ചില ഡയലോഗൊക്കെ പറഞ്ഞു അല്ലേ? അപ്പൊ നമുക്ക് ഏത് വികാരം വന്നേ? ദേഷ്യം. നമുക്കും വന്നു ദേഷ്യം അല്ലേ? എന്നിട്ട് ഇതിനെ കുറിച്ച് വൈകുന്നേരം ഇപ്പൊ എന്താ പറയാ? ആള് സോറി പറഞ്ഞു, താങ്കൾ എന്ത് ചെയ്യും? ഞാൻ ആ സമയത്ത് ദേഷ്യം ഉണ്ടെങ്കിൽ കുറച്ചു നേരം പിടിച്ചു നിൽക്കും. ദേഷ്യം കാണിക്കും. ഞാൻ എല്ലായ്പ്പോഴും എന്നെ ഇങ്ങനെ തന്നെ വഴക്ക് പറയാ അങ്ങനെയൊക്കെ പറയാറുണ്ട്. എല്ലാപ്പോഴും എന്നെ ഇങ്ങനെയാണ് വഴക്ക് പറയുന്നത്. ഓക്കെ. എന്നിട്ട് കുറച്ച് കഴിയുമ്പോൾ ഞാനും കോംപ്രമൈസ് ആവാറുണ്ട്. കോംപ്രമൈസ് ആവും അല്ലേ? അയാൾ സോറി പറഞ്ഞു വരുമ്പോൾ നമുക്ക് പെട്ടെന്ന് അത് ഉൾക്കൊള്ളാൻ പറ്റാറില്ല. അപ്പൊ നമ്മൾ അല്പം ബലം പിടിച്ചിരിക്കും. അത് കഴിഞ്ഞ് പതുക്കെ നമ്മൾ അതങ്ങനെ വിട്ട് കളയും. അതാണ് രീതി അല്ലേ? ഓക്കെ. നമുക്ക് ഇതിനകത്തേക്ക് വരാൻ കട്ടി നമുക്കൊന്ന് അനലൈസ് ചെയ്യണം നമ്മുടെ ഈ ഒരു വൈകാരിക അനുഭവത്തെ
നമുക്കൊന്ന് അനലൈസ് ചെയ്യാം. ഓക്കെ, കൊള്ളാം, ഗുഡ്, നല്ല ഷെയറിംഗ് ആയിരുന്നു. നോയൽ, മിനു, നിങ്ങളുടെ ജീവിതത്തിൽ എങ്ങനെയാണ് ഒരു വൈകാരിക അനുഭവം ഷെയർ ചെയ്യാമോ? ഞാൻ കഴിഞ്ഞ തവണ പറഞ്ഞതുപോലെ കുട്ടിക്ക് 2 വയസ്സ്, കൊച്ചിനെ കേന്ദ്രീകരിച്ചാണ് നമ്മുടെ വീട്ടിലെ ചർച്ചകളും ഒച്ചപ്പാടും ബഹളമൊക്കെ ഉണ്ടാകുന്നത്. കഴിഞ്ഞ ദിവസം ഞങ്ങൾ രണ്ടുപേരും കുറച്ച് തിരക്കിലായിരുന്ന സമയത്ത് കൊച്ചി ലിവിംഗ് റൂമിലിരുന്ന് ക്രയോൺസ് കടിച്ച് ചവയ്ക്കായിരുന്നു. ഞാൻ വന്ന് നോക്കുമ്പോഴത്തേക്കും ക്രയോൺസ് കടിച്ച് ഒരു പീസൊക്കെ ആക്കി വെച്ചിട്ടുണ്ട്, വായിലൊക്കെ ക്രയോൺസ്. അപ്പൊ ഞാൻ ഉടനെ ഞാൻ ഇത് കേൾക്കുമ്പോൾ ഒരു കാണുമ്പോൾ ഒരു ഞെട്ടലുണ്ട്. ഇത് എന്റെ കാണുകയാണ് പുള്ളി ക്രയോൺസ് എടുത്തോണ്ടൊക്കെ പോയത്. മിനു ഉടനെ സീനിലേക്ക് വരുന്നു, എന്നോട് ചോദിക്കും കൊച്ചിനാരാ ക്രയോൺസ് കൊടുത്തതെന്ന് ചോദിക്കും. അപ്പം ഞാൻ പറയും ക്രയോൺസ് കൊച്ചിനുള്ളതാണല്ലോ, അപ്പൊ കൊച്ചിനെടുത്ത് കഴിക്കുമെന്ന് നമ്മൾ വിചാരിക്കുന്നില്ല. അപ്പം ഇതിന്റെ പേരിൽ നമ്മൾ തമ്മിൽ ഒരു ക്ലാഷ് ഉണ്ടാവും. എനിക്ക് തോന്നുന്നു ഇത് രണ്ടുപേരുടെയും അങ്ങനെ ഒരു ചോദ്യം നമ്മുടെ അടുത്ത് പ്ലേസ് ചെയ്യാണ്. അതായത് ആരാണ് ഈ കൊച്ചിന് ക്രയോൺസ് കൊടുത്തത്? ഞാനാണ് കൊടുത്തത്. അപ്പൊ നമ്മളാണ് കൊടുത്തത് അല്ലേ? അപ്പൊ നമുക്ക് എന്ത് ഫീൽ ചെയ്തു? എന്തായിരുന്നു ഇത്? എന്റെ പുറത്ത് കുറ്റം ആരോപിക്കുന്നതാണല്ലോ ഈ പ്രശ്നം ഉണ്ടായത്. അപ്പം നമ്മൾ വിചാരിച്ചത് കൊച്ച് ക്രയോൺസ് കൊണ്ട് വരയ്ക്കും എന്ന് വിചാരിച്ച് കൊച്ചിനെ കൊടുക്കുന്നു. അത് ഇതിനകത്ത് ആരുടെ കുറ്റമാണ്? എന്റെ കുറ്റമാണ്. അപ്പൊ ഇങ്ങനത്തെയുള്ള ചില അപ്പൊ അങ്ങനെ വരുമ്പോ നമുക്ക് ഏത് വികാരം ആ സമയത്ത് നമുക്ക് വരുന്നത്? നമ്മുടെ മേലൊരു കുറ്റം ആരോപിക്കാണ്. എനിക്ക് ഇച്ചിരി വിഷമം വന്നു, സങ്കടം വന്നു അല്ലേ? ഉറപ്പായിട്ടും. അതായത് ഇപ്പൊ ക്രയോൺസ് കുട്ടികൾ ഉപയോഗിക്കുന്ന കാര്യമാണല്ലോ അല്ല. ഇപ്പൊ ആള് വന്ന ആ ചോദ്യത്തിൽ നിന്ന് നമ്മളെ എന്തോ നമ്മള് കൊച്ചു ക്രയോൺസ് തിന്നുള്ള ഒരു തോന്നലിലേക്ക് വരികയാണ്. അപ്പൊ നമുക്ക് സങ്കടം വരും. ഉറപ്പായിട്ടും. പിന്നെ എന്ത് ഇത് എങ്ങനെ തുറന്നു പറയും? ഇത് തുറന്നു പറയുന്നത് എനിക്ക് തോന്നുന്നു നമ്മൾ രണ്ടുപേരുടെയും പേരന്റിങ് സ്റ്റൈൽസിലുള്ള ഡിഫറൻസ് ആണ് ഈ ഒരു ഫ്രിക്ഷന് കാരണമെന്ന് മനസ്സിലാക്കുന്നിടത്ത് തീരാവുന്ന പ്രശ്നമുള്ളെന്ന് എനിക്ക് തോന്നുന്നു. അല്ല, ഈ സംഭവം ഉണ്ടായില്ലോ, ഈ സംഭവം ഇതിനുശേഷം ഇത് മീനുവിനോട് തുറന്ന് സംസാരിച്ചോ ഈ വിഷയത്തെ കുറിച്ച്? അത് തുറന്ന് സംസാരിച്ചിട്ടില്ല. അതിനുള്ള അവസരം ഇത് കഴിഞ്ഞിട്ട് വേണം, ഈ ഷോ കഴിഞ്ഞിട്ട് വേണം സംസാരിക്കാനല്ലേ. ഇതെങ്ങനെ റിസോൾവ് ചെയ്യാം? അതെ. ഓക്കെ, അതായത് ഈ വിഷയം കുട്ടി ക്രയോൺസ് കഴിക്കുന്നത് അതെങ്ങനെ സോൾവ് ചെയ്യാന്നുള്ള ഒരു കാര്യം അതല്ല. ആ സമയത്തുണ്ടായ നിങ്ങൾ തമ്മിലുള്ള കോൺവെർസേഷൻ വഴി രൂപപ്പെട്ട ഒരു വൈകാരികമായ ഒരു അനുഭവം ഉണ്ട്, അതും റിസോൾവ് ചെയ്യേണ്ടതുണ്ട്. അതെങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുള്ളത് അല്ലേ? ഓക്കെ, യെസ്. മീനു, ഇപ്പോൾ ആള് ഇങ്ങനെ ഈ ക്രയോൺസ് കുടിച്ച് കഴിക്കുന്നതായിട്ട് കാണുകയാണ്, ആളവിടെ നിൽക്കുന്നുണ്ട് അല്ലേ? അപ്പൊ സ്വാഭാവികം നമുക്ക് ഏത് വികാരം വന്നത്? എനിക്ക് ഉറപ്പായിട്ടും ദേഷ്യം വന്നു ദേഷ്യം വന്നു അല്ലേ? ഓക്കെ, ദേഷ്യം വന്നിട്ട് നമ്മൾ എന്തെങ്കിലും അങ്ങനെ ചോദ്യമൊക്കെ പ്ലേസ് ചെയ്തു അല്ലെ? അത് കഴിഞ്ഞിട്ട് പിന്നെ ആളോട് തുറന്ന് ഇതിനെക്കുറിച്ച് സംസാരിച്ചിട്ടില്ല. അല്ല, അതിന്റെ കുറച്ച് കഴിയുമ്പോൾ നമ്മൾ തന്നെ ചിന്തിക്കുമ്പോൾ നമ്മൾ കഴിക്കുമെന്ന് ഉദ്ദേശിച്ചല്ലോ കൊടുത്തത്. അതിപ്പോ ഞാനും കൊടുത്തേക്കാം. അപ്പം നമ്മൾ കഴിക്കുമെന്ന് പ്രതീക്ഷിച്ചില്ലല്ലോ കൊടുക്കുന്നത്. അപ്പൊ അത് സംഭവിച്ചു. അപ്പൊ അത് റിസോൾവ് ചെയ്യാം, അല്ലാതെ പറഞ്ഞതില് ഫോക്കസ് ചെയ്യാതെ മുന്നോട്ട് പോവുക എന്നുള്ളൊരു മൈൻഡാണ് എന്റെ. അല്ലല്ല, മീനുവിന് ഒരു വൈകാരികമായ അനുഭവം അവിടെ ഉണ്ടായി, കറക്റ്റ് അല്ലേ? വൈകാരിക അനുഭവം എന്ന് പറഞ്ഞാൽ കുഞ്ഞ് ക്രയോൺസ് കഴിക്കുന്നത് കണ്ടപ്പോ ഒരു അനുഭവം ഉണ്ടായി, മനസ്സിലാവുന്നുണ്ടോ? ആ അനുഭവം ഒരു ദേഷ്യമാണ്. ആരോട്? സ്വന്തം ഭർത്താവിനോട്. ഇയാൾ നോക്കി നിൽക്കാല്ലേ അല്ലേ? ഇയാൾ ശ്രദ്ധിക്കണ്ടേ? ശരിയല്ലേ? ഇതൊക്കെ വന്നില്ലേ അല്ലേ? ഇതിനെക്കുറിച്ച് പിന്നീട് സംസാരിക്കുന്ന രീതി ഉണ്ടോ? അങ്ങനെയുള്ള അനുഭവങ്ങൾ പിന്നീട് സംസാരിക്കുന്ന രീതി വീട്ടിലുണ്ടോ? അതേ അതങ്ങ് പോയി, അത് കഴിഞ്ഞു, നമ്മൾ അടുത്ത കാര്യത്തിലേക്ക് കടന്നു, അങ്ങനെയാണോ ചില വീടുകളിൽ? അല്ല, ഇതിനെക്കുറിച്ച് സംസാരിക്കാണ്ട്. ഇതിപ്പം ഈ ക്രയോൺസ് റീസെന്റ് സംഭവിച്ചതാണ്. ഇതിനു മുമ്പ് ഇതുപോലെ തന്നെ ക്രയോൺസ് അതും മതിലും ചുമരും ഒക്കെ വരയ്ക്കേണ്ടതാണ്. അപ്പൊ അതിനെക്കുറിച്ചു അപ്പം ഞങ്ങൾ സംസാരിക്കുവാൻ ഓല പറയുന്നത് അത് കൊച്ചിന്റെ ക്രിയാത്മകമായ കഴിവുകൾ പ്രദർശിപ്പിക്കുകയാണ്. അപ്പൊ നമ്മളതിനെ പ്രോത്സാഹിപ്പിക്കണമെന്നുള്ള അഭിപ്രായക്കാരനാണ്. അത് ശരിയാണ്. ഭിത്തിയുടെ വൃത്തി കാത്തു സൂക്ഷിക്കണമെന്നുള്ള അഭിപ്രായക്കാരിയാണ്. അഭിപ്രായ വ്യത്യാസം വരാണ്. അപ്പൊ അങ്ങനെ തുറന്നു പറഞ്ഞു വരുമ്പോ രണ്ടുപേർക്ക് രണ്ട് കാഴ്ചപ്പാടാണ് അല്ലേ? ഓക്കെ, നമുക്ക് വരാൻ കേട്ടത് നല്ലൊരു അനുഭവമാണ്. കാരണം നമുക്ക് ഇതിലൂടെ നമുക്ക് കുറച്ച് കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുണ്ട്. ഓക്കെ, ഗുഡ്. നിങ്ങളുടെ ജീവിതത്തിൽ 30 വർഷമായല്ലോ അല്ലേ? ഇതുപോലെ ഒരു വൈകാരിക അനുഭവം നിങ്ങളൊന്ന് ഷെയർ ചെയ്യാവോ? എനിക്ക് വൈകാരിക അനുഭവം എന്ന് പറയാനായിട്ട് ആകെ ഒരു പരാതി ഉണ്ടായിരുന്നത്, ജിഷയ്ക്ക് എന്നോടുള്ള ഒരു പരാതി എനിക്ക് വൈകിയെ മനസ്സിലാക്കാൻ പറ്റി. ഞാൻ അതാണ് ഞങ്ങളുടെ ആദ്യത്തെ 3 വർഷത്തെ പ്രാർത്ഥനയില്ലാതെ പോയി എന്ന് പറഞ്ഞത്. അപ്പോ ഞാൻ സ്നേഹം പ്രകടിപ്പിച്ചിരുന്നില്ല, സ്നേഹം കൊടുത്തിരുന്നില്ല എന്നാണ് ആദ്യത്തെ 3 വർഷം എന്നോട് ഇന്നും പറയാറുള്ളത്. ഇന്നും പറയാറുണ്ട് ആദ്യത്തെ 3 വർഷം ഇയാൾ വെറും 0 ആയിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ എനിക്ക് അത് തിരിച്ചറിയാൻ കഴിഞ്ഞത്, ഇവള് എന്നെ സ്നേഹിച്ചിരുന്നു എന്ന് എനിക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞത് 1998 സെപ്റ്റംബർ മാസത്തിലാണ്. എനിക്കൊരു അപകടം ഉണ്ടായിട്ട് എന്റെ ഒരു ചെറിയ വീടാണെന്ന്. ആ വീടിന്റെ അകത്ത് കൊച്ചു മുറിയും. അപ്പൊ അതില് ബെഡിൽ ഞാൻ പ്ലാസ്റ്റർ ഇട്ട് കിടക്കുന്നു. കൈകാലുകളെല്ലാം ഭക്ഷണം പോലും വാരി കഴിക്കാൻ പറ്റാത്ത ഫ്രാക്ചറുകള്. ശരി. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് എനിക്ക് വയറ്റിന്ന് പോകാനായിട്ട് ഒരു പാത്രം വെക്കും. ആ പാത്രത്തിൽ പോകുമ്പോ ആന്റിബയോട്ടിക് കഴിക്കുന്നതുകൊണ്ട് മലം പോയാലുള്ളതിന്റെ മണത്തെ കുറിച്ച് നമ്മൾ പറയണ്ടല്ലോ. അത്രയേറെ മണമായിരിക്കും, ഒരു മനുഷ്യനോട് നിൽക്കാൻ പറ്റില്ല. ആ അവസ്ഥയിൽ
ഞാൻ പറഞ്ഞു നീ പുറത്ത് പോയിക്കോ എന്ന് പറഞ്ഞു. ജനലുകൾ അടച്ചിടും, കൊച്ചു മുറിയും വാതിലും അടയ്ക്കും. ഞാൻ പുറത്ത് പോകാൻ പറഞ്ഞാൽ ഇവള് പറയും ഞാൻ പുറത്ത് പോകണില്ല എന്ന് പറയും. ഇവളോട് പറയും നീ പുറത്ത് പോകുന്ന. അന്നാണ് എനിക്ക് ഇവിടെ തിരിച്ചറിയാൻ കഴിഞ്ഞത് ആദ്യമായി. ഓക്കെ, ശരി. ഇപ്പൊ ഹെൻറി ചേട്ടൻ പറഞ്ഞതിൽ നിന്ന്, അതായത് നമ്മളൊരു ആക്സിഡന്റ് പറ്റി വിശ്രമിച്ചിരുന്ന കാലത്ത് നമുക്ക് വേണ്ടി ഒരു മടിയും കൂടാതെ നമ്മളെ കെയർ ചെയ്ത് നമ്മൾക്ക് ഓരോ കാര്യങ്ങളും ചെയ്തു തന്നു അല്ലെ? ആ സമയത്തുണ്ടായ വികാരം ഏതാ? അപ്പോഴാണ് ഞാൻ ശരിക്കും എനിക്ക് അവളെ തിരിച്ചറിയാൻ കഴിഞ്ഞത്. വികാരം ഒരു സ്നേഹം എന്ന് പറഞ്ഞാൽ നല്ലൊരു അടുപ്പം ആരോട് തോന്നി? ജിഷയോട് തോന്നി. തീർച്ചയായിട്ടും. ഈ അടുപ്പം പിന്നെ എങ്ങനെയാണ് പങ്കുവെച്ചത്? അതിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടോ? ഈ സംഭവം ഞാൻ പറഞ്ഞിട്ടില്ല. ഇന്ന് ആദ്യമായിട്ടായിരിക്കും ഒരു പക്ഷേ അവളും കേൾക്കുന്നത്. ഇത് 27 വർഷം മുമ്പ് സംഭവിച്ച കാര്യം സംഭവം ഞാൻ പറഞ്ഞിട്ടില്ല. ഓക്കെ, അത് പറഞ്ഞിരുന്നെങ്കിൽ ഈ ജീവിതം എന്തായി തീർന്നതിനെന്നാണ് ഞാൻ ആലോചിക്കണത് അല്ലേ? ഓക്കെ, നമുക്ക് ഇന്നത് പറയണം കേട്ടോ. ഞാൻ വരാം, അതിനകത്തേക്ക് വരാം കേട്ടോ. ഓക്കെ, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആളുടെ ജീവിതത്തിൽ ഇതുപോലെ ഒരു വൈകാരിക അനുഭവം, സന്തോഷം തോന്നിയെന്ന് താങ്കൾക്ക് മനസ്സിലായില്ലേ അല്ലെ? അപ്പൊ താങ്കൾക്ക് എന്ത് വൈകാരിക അനുഭവം ഉണ്ടായി ആ സമയത്ത്? ഞാൻ ഹോസ്പിറ്റലിൽ നിൽക്കാൻ ചെന്നു. ആക്സിഡന്റ് പറ്റിയിട്ട് ഞാൻ ചെല്ലാണ്. എന്നോട് എടുത്ത വഴിക്ക് പറയാണ് നീ വീട്ടിൽ പോക്കോ, ഇവിടെ നിൽക്കണ്ടെന്ന്. അപ്പൊ എനിക്ക് അമ്മയും പെങ്ങളും മതി. ശരി. അപ്പൊ നമുക്ക് ഏത് വികാരം ഉണ്ടായി? മനസ്സിന് ഭയങ്കര വിഷമം തോന്നി. വിഷമം അല്ലേ? അത് നമ്മുടെ സ്വന്തം ഭർത്താവ് ആസ്പത്രിയിൽ വിശ്രമിക്കുന്ന സമയത്ത് നമ്മൾ കെയർ ചെയ്യാൻ ചെന്നപ്പോ അമ്മ നിന്നാ മതി അല്ലെങ്കിൽ പെങ്ങൾ നിന്നാ മതി, നീ നിക്കണ്ട എന്ന് പറഞ്ഞപ്പോ വിഷമം തോന്നി അല്ലേ? പിന്നീട് ഈ വിഷമത്തെ കുറിച്ച് ആളോട് പറഞ്ഞിട്ടുണ്ടോ? പിന്നെ ഞാൻ പലവട്ടം പറഞ്ഞിട്ടുണ്ട്. അതെങ്ങനെ പറഞ്ഞത് എന്ന് പറഞ്ഞ് ഞങ്ങളോട് പറഞ്ഞു. നിങ്ങൾ എന്നോട് അന്ന് അങ്ങനെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു എന്നൊക്കെ നമ്മളൊരു പരാതിയായിട്ട് അവതരിപ്പിച്ചു അല്ലേ? അന്ന് താങ്കൾ അങ്ങനെ പറഞ്ഞ അതാണ് ഇപ്പോഴും ഇടയ്ക്കിടയ്ക്ക് വന്നത്. ആദ്യത്തെ 3 വർഷം ഇയാൾ 0 ആയിരുന്നു എന്ന് പറയുന്നത് അതാണ് അല്ലേ? ഓക്കെ, നമുക്ക് അതിനകത്തേക്ക് വരാൻ കേട്ടോ. നിങ്ങൾ മറക്കരുത്, ഞാൻ ചിലപ്പോൾ മറന്നുപോയാലും നിങ്ങൾ മറക്കരുത്. ഓക്കെ, യെസ്. ബെന്നി, ജിംസിയുടെ ജീവിതത്തിൽ ഇതുപോലെ ഒരു വൈകാരിക അനുഭവം എന്തായിരിക്കും? വൈകാരിക അനുഭവം എന്ന് പറയുകയാണെങ്കിൽ ഒത്തിരി ഉണ്ട്. പ്രത്യേകിച്ച് അഡ്വൈസ് തരൽ കൂടുതലാണ്. മീൻസ് നമ്മളിപ്പോ ഒരു അറ്റ്ലീസ്റ്റ് ഒരു PTA മീറ്റിങ്ങിന് വരെ നമ്മൾ പോകണം നോക്കിയാ, അപ്പൊ അവിടെ ചെന്നിട്ട് ടീച്ചേഴ്സ് ചിലപ്പോ എന്താ നിങ്ങൾ കുട്ടികൾക്ക് മാർക്കില്ലാത്ത എന്താ എന്ന് പറഞ്ഞിട്ട് അവര് ഒച്ചയെടുക്കൊന്നും ചെയ്യരുത്. ഇത് നമ്മൾ കൊച്ചുങ്ങളോട് പറഞ്ഞാൽ ഒന്നും അറിയില്ലാത്തവരോട് പറഞ്ഞാൽ അപ്പൊ അത് നമ്മൾക്ക് ഭയങ്കര ദേഷ്യം വരും. പക്ഷെ ഉപദേശിക്കും ആസ് എ ഹസ്ബൻഡ് ഓർ ഫാദർ he should be listener. അപ്പൊ അതെല്ലാം നമ്മൾ കേൾക്കണവരാ. കേട്ടിട്ട് ആ സമയത്ത് തന്നെ നമുക്ക് മറുപടി കൊടുക്കാൻ പറ്റൂലല്ലോ. അപ്പൊ നമ്മൾ തിരിച്ചു വന്നിട്ട് ഒന്നുകൂടി അപ്പൊ ആ സമയത്ത് നമ്മൾ നന്നായിട്ട് ചൂടായി കാര്യം. ആ പോണ സമയത്തായാലും നമ്മള് മറ്റേ കൊടുക്കാതെ പോലെ കേട്ടോ, അത് പണിക്ക് പോയാലും കൊടുക്കും. തിരിച്ചു വരുന്ന സമയത്താണ് പിന്നെ അതിനെ കുറിച്ചിട്ട് നമ്മള് സംസാരിക്കണത്. എന്നെ അങ്ങനെ കൂടുതൽ അഡ്വൈസ് ചെയ്യണ്ട, എനിക്കറിയാം എന്ത് ചെയ്യേണ്ടത്, സംസാരിക്കേണ്ടത്. അല്ല, അപ്പൊ ഞാൻ പറയട്ടെ, ഈ ആള് നമ്മൾ PTA മീറ്റിങ്ങിന് പോകാനായിട്ട് വരുമ്പോ ഈ ആള് വന്നിട്ട് കുറച്ച് ഉപദേശം നമുക്ക് തരാം അല്ലെ? അപ്പൊ ഏത് വികാരം രൂപപ്പെടുന്നത്? ആ വികാരം എന്ന് പറഞ്ഞാൽ നമ്മളെ ഒന്നും ഇല്ലാതാക്കി കളയുന്ന ഒരു അപ്പൊ നമുക്ക് ദേഷ്യമാണോ ദുഃഖമാണോ ഭയമാണോ ഏതാ വരുന്നത്? നമുക്ക് ദേഷ്യം വരും. നമ്മൾ ചോദിക്കുന്നത് മാന്യമായിട്ടുള്ള കാര്യങ്ങളാണ്. നിങ്ങൾ സമയത്തിന് നമ്മൾ എന്തോ വലിയ അപകടകാരിയാണെന്നാണ് ആള് ധരിക്കുന്നത് അല്ലേ? ഓക്കെ. ശരി, ജിംസി, ഈ ആള് അങ്ങനെ വന്നിട്ട് നമ്മളൊരു നല്ല കാര്യത്തിന് വേണ്ടി ഒരു ഉപദേശം കൊടുത്തു, ആള് നമ്മൾ ദേഷ്യപ്പെടാണ്. അപ്പൊ നമുക്ക് ഏത് വികാരം വരും? നമ്മൾ എന്ത് ഉപദേശം കൊടുത്താലും നമ്മൾ മൈൻഡ് ചെയ്യില്ല. നമ്മൾ എന്ത് ഉപദേശം കൊടുത്താലും ആള് നമ്മളെ മൈൻഡ് ചെയ്യില്ല. അപ്പൊ നമുക്ക് ഏത് വികാരം വരും? ഭയങ്കര ദേഷ്യം വരും. അത് ദേഷ്യമായിട്ട് ചിലപ്പോൾ രൂപപ്പെടാം അല്ലെ? ഓക്കെ, ശരി, ദേഷ്യം വരും അല്ലെ? എന്നിട്ട് പിന്നെ നിങ്ങൾ ഇതിനെ കുറിച്ച് പിന്നീട് എപ്പോഴെങ്കിലും ഇരുന്ന് സംസാരിക്കും? പിന്നീട് കുറെ കഴിയേണ്ടി വരും അതിനെ പറ്റി സംസാരിക്കണമെങ്കിൽ. 1 മാസമൊക്കെ എടുക്കുവോ? അത് എപ്പോഴാന്ന് അതിന്റെ സാഹചര്യം. നമ്മൾ അത്രയും സ്നേഹം ഇപ്പൊ ഈ PTA പോകുമ്പോ ഈ ഉപദേശിക്കുന്നതിനെ കുറിച്ച് തന്നെയല്ല. അതെ, ഉപദേശിക്കുന്ന ആൾക്ക് ദേഷ്യമാണ് അല്ലേ? അപ്പൊ അത് ആള് ദേഷ്യപ്പെടുന്ന കാണുമ്പോൾ നമുക്കും ദേഷ്യം വരും. പിന്നെ അല്ല, അപ്പൊ നിങ്ങൾ രണ്ടുപേരും കൂടി ഇതിനെ കുറിച്ച് എപ്പോഴെങ്കിലും ഇരുന്ന് ഒരുമിച്ച് സംസാരിക്കുന്ന ഒരു ശീലം ഉണ്ടോ? ഉണ്ട്. അത് നമ്മള് ഇങ്ങനെ നല്ല സ്നേഹമായിട്ടൊക്കെ ഇരിക്കുന്ന സമയം ഉണ്ടാവൂലോ, അപ്പൊ നമ്മൾ അതിനെ പറ്റി ചർച്ച ചെയ്യും. അപ്പൊ നമ്മൾ എന്താ പറയാ? അപ്പൊ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ കാര്യങ്ങൾ തെറ്റു പുള്ളിയുടെ ഭാഗത്തുണ്ടെങ്കിൽ പുള്ളി പറയും സോറി പറയും. നമ്മളത് പ്രതീക്ഷയില്ല അങ്ങനെ നമുക്ക് പറയും അല്ലെ? ഓക്കെ. നിങ്ങൾ 4 ദമ്പതികളും വളരെ രസകരമായുള്ള നിങ്ങളുടെ അനുഭവങ്ങൾ തുറന്ന് പങ്കുവെച്ച് കേട്ടോ. അത് ശരിക്കും നമ്മുടെ കുടുംബജീവിതങ്ങളിൽ സംഭവിക്കുന്ന കാര്യങ്ങളാണ് നിങ്ങൾ പറഞ്ഞത്. മനസ്സിലാവും. നമ്മുടെ കുടുംബം എന്ന് പറഞ്ഞാൽ വികാരങ്ങളുള്ള ഒരു ലോകമാണ് അല്ലേ? വികാരങ്ങൾ, നമ്മൾ മനുഷ്യരെന്ന് പറയുമ്പോൾ വികാരങ്ങളുണ്ട്, പലതരം വികാരമുണ്ട്. പോസിറ്റീവ് ഇമോഷൻസ് ഉണ്ട്, നെഗറ്റീവ് ഇമോഷൻസ് ഉണ്ട്, അതിനെക്കുറിച്ചുള്ള ഫീലിങ്സും ഉണ്ട്, നമ്മളതിനെ വ്യാഖ്യാനിക്കുന്ന രീതികളുമുണ്ട്. ഇനി നമ്മളിപ്പോൾ നിങ്ങൾ പറഞ്ഞ അനുഭവങ്ങളുടെ വെളിച്ചത്തിൽ നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് നമ്മളൊരു കാര്യം ചെയ്യാനായിട്ട് പോകണം. ഇത് നമുക്ക് എങ്ങനെയാണ് ഏറ്റവും ആരോഗ്യകരമായ രീതിയിൽ തുറന്ന് പങ്കുവയ്ക്കാൻ പറ്റുന്നത്? നിങ്ങളുടെ ഓരോ അനുഭവങ്ങൾ നമുക്ക് എടുക്കാം, എന്നിട്ട് നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം ഇതെങ്ങനെയാണ് നമുക്ക് ആരോഗ്യകരമായ രീതി തുറന്ന് പങ്കുവയ്ക്കാം. ഇന്ന് ശാസ്ത്രീയമായിട്ട് കുറേ ഉൾക്കാഴ്ചകൾ ഈ വിഷയത്തിലുണ്ട്, നമുക്കതൊന്ന് പരിശോധിച്ച് നോക്കാം അല്ലേ? ശരിക്കും ഓക്കെ, നമുക്ക് ഇവിടെ തന്നെ തുടങ്ങാം. ഇപ്പോൾ ബെന്നിയെ
ജിംസി ഉപദേശിക്കും. ഉപദേശം നമുക്ക് ഇഷ്ടമല്ല. ഓക്കെ, അപ്പോൾ നമുക്ക് ദേഷ്യം വരും. ഇതിനെക്കുറിച്ച് പിന്നീട് ജിംസിയോട് സംസാരിക്കുകയാണ് നമ്മൾ, അല്ലേ? സംസാരിക്കുമ്പോൾ ഇപ്പം നമ്മൾ സാധാരണ ചെയ്യുന്നത്, നമ്മൾ ഇപ്പോൾ പെട്ടെന്നൊരു വാക്കൊക്കെ പറഞ്ഞു പോയി, ദേഷ്യം വന്നപ്പോൾ സോറി പറയും. അത് നല്ല കാര്യം തന്നെ, അത് വേണം കേട്ടോ, അത് വേണം, അത് നമ്മൾ ഇനി ചർച്ച ചെയ്യുന്നില്ല. പക്ഷെ അത് കൂടാതെ തന്നെ നമുക്ക് നല്ല ആരോഗ്യകരമായി ചെയ്യാവുന്ന ഒരു വഴി നമുക്കൊന്ന് അന്വേഷിച്ച് നോക്കാം. അതായത് ഇവിടെ ഇപ്പോൾ സംഭവിച്ച കാര്യം എന്താണ്? ആള് നമ്മളെ ഉപദേശിക്കുമ്പോൾ താങ്കൾക്ക് ദേഷ്യം വരുന്നു, കറക്റ്റ് അല്ലേ? ആ ദേഷ്യമാണ് വികാരം. പക്ഷേ ഈ വികാരത്തിൻ്റെ ആ ദേഷ്യത്തെ നമ്മൾ വ്യാഖ്യാനിക്കുന്ന ഒരു രീതി കൊണ്ട്, അതിന് നമ്മൾ ഇങ്ങനെ ഒരു ചോദ്യം ചോദിച്ചാൽ മതി: എന്തുകൊണ്ടാണ് ദേഷ്യം വന്നത്? എന്തുകൊണ്ടാണ് ദേഷ്യം വന്നേ? അല്ല, നമുക്ക് എന്തുകൊണ്ടാണ് നെഗറ്റീവ് തോന്നിയത്? ആള് അതെ, വികാരം ദേഷ്യം, അത് ദേഷ്യം. പക്ഷെ ആ ദേഷ്യത്തിന്റെ പുറകില് നമ്മൾ അതിനെ വ്യാഖ്യാനിക്കുകയാണ്. എന്തുകൊണ്ടാണ് എനിക്ക് ദേഷ്യം ശരിക്കും വന്നത്? ഈ ഉപദേശിക്കണ കാണുമ്പോൾ നമുക്ക് എന്താ തോന്നണത്? നമ്മൾ ചെറുതായി പോകുന്നു. കണ്ട. അപ്പൊ വികാരം ഏതാ? വികാരം ദേഷ്യമാണ്. പക്ഷെ ആ ദേഷ്യം വരാനുള്ള കാരണം എന്താ? എനിക്ക് ചെറുതായി പോകുന്നു എന്നൊരു തോന്നൽ വരും, അല്ലേ? ശരിക്കും. അപ്പോൾ 3 കാര്യങ്ങൾ ഇതിന്റെ ഇടയിൽ സംഭവിക്കുന്നുണ്ട്. ഒന്ന്, നമ്മുടെ വികാരത്തെ ഉണ്ടാക്കുന്ന ഒരു സംഭവം അവിടെ നടക്കുന്നുണ്ട്. അതാണ് ഒരു ഉത്തേജകം, ഒരു സ്റ്റിമുലി, അല്ലേ? ഒരു കാര്യം അവിടെ സംഭവിച്ച കാര്യം എന്താ? ഭാര്യയുടെ ഉപദേശം. അത് കേട്ട് കഴിഞ്ഞപ്പോൾ നമുക്ക് വന്ന വികാരമാണ് ദേഷ്യം. പക്ഷെ ആ ദേഷ്യത്തിൻ്റെ പുറകിലുള്ള ഒരു കാരണമുണ്ട്. എന്തുകൊണ്ട്? ഈ ദേഷ്യം ഇവള് ഉപദേശിക്കണ കാണുമ്പോൾ നമുക്ക് പെട്ടെന്ന് നമ്മുടെ മനസ്സിലേക്ക് വന്നത്, ഇവിടെ നമുക്കൊരു വിവരമില്ലാത്ത മാതിരിയാണ് ആളുടെ സംസാരം. എന്തീ പറഞ്ഞു, ഞാൻ ഇത്രയും നാൾ ഈ ഭൂമി ജീവിച്ചല്ലേ, എത്ര ആൾക്കാരുമായിട്ട് ഇടപെടുന്നു, എന്നിട്ട് ഇവളുടെ ഉപദേശം. അതായത് നമ്മളെ അംഗീകരിക്കുന്നില്ല, നമ്മൾ ചെറുതാക്കുന്നു എന്നൊരു ഫീല്, അല്ലേ? ബെന്നി, ഇത് ഇത്രയും നമ്മൾ മനസ്സിലാക്കിയില്ലോ. ഇനി ജിംസിയോട് ശാന്തമായിട്ടിരിക്കുന്ന ഒരു സന്ദർഭത്തിൽ, ഒരു ഈവനിങ്ങിൽ നമ്മൾ ശാന്തമായിട്ടിരിക്കുന്ന സമയത്ത് ഈ കാര്യം ഒന്ന് ആളോട് സംസാരിക്കണം, ഒന്ന് തുറന്ന് പറയണം. എങ്ങനെ പറയാൻ പറ്റും? ഒന്ന് പറഞ്ഞു നോക്കിയേ. അല്ല, നമ്മൾ മെയിനായിട്ട് ഏത് കാര്യം പ്രശ്നം ഉണ്ടായാലും, അതായത് ഫേസ് ടു ഫേസ്, അതായത് ഡയറക്റ്റ് നോക്കി പറഞ്ഞാൽ മുഖാമുഖം ഇരുന്നിട്ട് പറയുകയാണെങ്കിൽ അങ്ങനെ അതിലേക്ക് നോക്കി തന്നെ സംസാരിച്ചാൽ കുറെ കാര്യങ്ങൾ അവിടെ സെറ്റിൽ ആവുമെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അതെ, ശരിയാണത്. പക്ഷെ ഈ വിഷയം എങ്ങനെ സംസാരിക്കും? എന്തായിരിക്കും നമുക്ക് ആളോട് പറയാനുള്ളത്? അല്ല, ഞാൻ ഇന്നും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അത് തന്നെ. എന്താണ് ഉപദേശിക്കരുത്? അത് ഉപദേശിക്കരുതെന്ന് പറയുന്ന ഒരു കാര്യം. പക്ഷെ നമ്മളിവിടെ ചർച്ച ചെയ്യുന്നത് ഈ നമുക്കുണ്ടായ ഒരു വൈകാരിക അനുഭവത്തെ നമ്മൾ ആളോട് തുറന്ന് പങ്കുവെക്കുകയാണ്. അതാണ് നമ്മൾ ഉപദേശിക്കരുത്, അത് വേറൊരു വിഷയമാണ്. പക്ഷേ ഇവിടെ നമുക്കുണ്ടായ ഒരു വൈകാരിക അനുഭവത്തെ ജീവിത സഖിയോട് തുറന്നു പറയാം. അങ്ങനെ പറയുമ്പോഴാണ് ബന്ധങ്ങൾ ശരിക്കും അടുക്കണത്. അല്ലെങ്കിൽ അത് ഉള്ളി കിടക്കും, അതിങ്ങനെ ഈ കൂട്ടുപലിശ പോലെ ഇങ്ങനെ ക്യുമുലേറ്റീവായിട്ട് വരും, അവസാനം പൊട്ടിത്തെറിക്കും. അതുണ്ടാവാതിരിക്കാനായിട്ട് എപ്പോഴും തുറന്ന് പറയണമെന്നാണ് ശാസ്ത്രം പറയുന്നത്. നമുക്ക് ഇപ്പൊ ഇതിന്റെ വെളിച്ചത്തിൽ എങ്ങനെയായിരിക്കും ജിംസിയോടൊന്ന് തുറന്ന് പറയാൻ പറ്റുന്നത്? വെളിച്ചത്തിൽ എന്ന് പറഞ്ഞാൽ നമ്മള് ബെഡ് ടൈമില്, അതായത് പറയും, ഞാൻ പലവട്ടം ഇതിന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടല്ലോ, ഈ എന്നെ അഡ്വൈസ് ചെയ്യുന്നത് എനിക്ക് ഇഷ്ടമല്ലാന്ന്. അപ്പൊ അതുകൊണ്ട് അത് ഇനിയെങ്കിലും നിർത്തിക്കളയും. ഇത് വൈകാരിക അനുഭവത്തിന്റെ പങ്കുവെക്കലല്ലത്. ഇത് വൈകാരിക അനുഭവത്തിന്റെ പറഞ്ഞത് പോകട്ടെ, ഇനിയെങ്കിലും അത് ശ്രദ്ധിക്കാം. അതെ. പക്ഷെ അങ്ങനെ പറഞ്ഞിട്ട് വല്ല ഫലം ഉണ്ടായിട്ടുണ്ടോ? ഇല്ലല്ലോ. അതുണ്ടാവില്ല. കാരണം എന്താ പറയാ, ഈ വൈകാരിക അനുഭവത്തെ ആരോഗ്യകരമായ രീതിയിൽ പങ്കുവച്ചില്ലെങ്കിൽ ഉപദേശം കൊണ്ടൊന്നും ഒരു കാര്യമില്ല, അല്ലേ? അത് പങ്കുവയ്ക്കാൻ നിങ്ങൾക്ക് ഇപ്പോൾ ഇത് കേട്ടിട്ട് എന്തെങ്കിലും ഐഡിയ തോന്നുന്നുണ്ട് എങ്ങനെ പങ്കുവയ്ക്കാൻ പറ്റുമെന്ന്? രണ്ടുപേരും കൂടി സമാധാനമായിട്ട് ഇരിക്കാണ്ട് ഇപ്പൊ ഇവരുടെ ഇടയിൽ ദേഷ്യമില്ല, ആ സമയത്ത് നമ്മളത് പങ്കുവെക്കണത് എങ്ങനെയായിരിക്കും പങ്കുവെക്കുക? ജിംസി ഒന്ന് പറഞ്ഞു. നല്ല രീതിയിൽ സ്നേഹത്തോടെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. എങ്ങനെ സ്നേഹത്തോടെ പറഞ്ഞ് മനസ്സിലാക്കണം? എന്താണ് കാരണം കൊണ്ടല്ല ഞാൻ പറഞ്ഞത്. അത് ന്യായീകരണം. നമ്മൾ പറഞ്ഞതിന് ന്യായീകരിച്ചു കഴിഞ്ഞാൽ ശരിയാവില്ല. വൈകാരിക അനുഭവത്തെ പങ്കുവെക്കാൻ പറ്റില്ല. ന്യായീകരണം നല്ലതല്ല. വേറെ എന്തെങ്കിലും മാർഗ്ഗം നിങ്ങൾക്ക് ഇപ്പൊ ഇത് കേട്ടിട്ട് എന്ത് തോന്നുന്നു? നോയല്ലേ, ഭാര്യ വന്നിട്ട് കുഞ്ഞ് ക്രയോൺസ് കഴിക്കണം കണ്ടു കഴിഞ്ഞപ്പോൾ നമ്മളെ കുറ്റപ്പെടുത്തി സംസാരിച്ചു. അപ്പൊ നമുക്കൊരു വികാരം ഉണ്ടായി, ദേഷ്യം എന്ന് പറഞ്ഞൊരു വികാരം ഉണ്ടായി, അല്ലേ? അതിനെക്കുറിച്ച് തുറന്ന് ഭാര്യയുമായിട്ടൊന്ന് സംസാരിക്കണം. അതിനെക്കുറിച്ച് കുട്ടി എങ്ങനെ ഇനി ഭാവിയിൽ ക്രയോൺ കഴിക്കാതിരിക്കാൻ പറ്റും എന്നുള്ള വിഷയമല്ല കേട്ടോ. എനിക്ക് അനുഭവപ്പെട്ട ഫീലിങ്സ് എനിക്ക് ആളോട് തുറന്ന് പറയണം. അതിനുള്ളൊരു വഴി എന്തായിരിക്കും? ഞാൻ പറയും, എനിക്കത് പെട്ടെന്ന് ചാടിക്കേറി വന്ന് ഇങ്ങനെ കുറ്റപ്പെടുത്തിയാൽ എനിക്ക് ഇച്ചിരി ബുദ്ധിമുട്ടുണ്ടാവും. ഇച്ചിരി കൂടി സമാധാനമായിട്ട് അത് പറഞ്ഞാൽ, അല്ലെ, കുറച്ച് ഒച്ച താത്തി പറഞ്ഞാൽ തന്നെ കുറച്ചുകൂടെ ഒരു വിഷമം കുറയുമെന്ന് എനിക്ക് തോന്നുന്നത്. ഓക്കെ നിങ്ങൾ ശ്രദ്ധിച്ചോ? ഒന്നുകൂടി പറഞ്ഞത് ഒന്നുകൂടി പറഞ്ഞേ. അല്ല, അത് ആ സമയത്ത് ഈ വോളിയം കൂട്ടി സംസാരിക്കാതെ അവരിത് ശ്രദ്ധിച്ചില്ലായിരുന്നോ എന്ന് വന്നു കഴിഞ്ഞിട്ട് നോരി ഇത് എവിടെ നോക്കിയിരിക്കുമായിരുന്നു എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടല്ലോ, അത് കേൾക്കുമ്പോഴാണ് നമുക്കിത് കുറെ കൂടി ഇമ്പാക്ട്ഫുൾ ആയിട്ട്. ഇവിടെ നോയലിന്റെ ഒരു എംഫസിസ് എവിടെയാണെന്നറിയാമോ?
എന്റെ ഭാര്യ എങ്ങനെ പെരുമാറണം എന്നാണ് ഇപ്പോ എംഫസൈസ് ചെയ്യുന്നത്. അതെ അത് ആരോഗ്യകരമല്ല. ഓക്കെ, വികാരം പങ്കുവെക്കുമ്പോൾ അത് ആരോഗ്യകരമല്ല. മനസ്സിലാവുന്നുണ്ടോ? എങ്ങനെ എടുക്കുന്നു എന്നുള്ളതാണ് emphasize ചെയ്യേണ്ടത്. എന്റെ ഫീലിങ്സ് ഷെയർ ചെയ്യാ. അതിനെന്തിനാ നമ്മൾ ആളെ എംഫസൈസ് ചെയ്യണത്? എനിക്കത് കേട്ടപ്പോ വിഷമം ഉണ്ടായി. എനിക്കത് കേട്ടപ്പോ വിഷമം ഉണ്ടായി. ഓക്കെ, ഗുഡ്. വിഷമം ഉണ്ടായി. എന്തുകൊണ്ടാണ് വിഷമം ഉണ്ടായത്? ഞാൻ കുറ്റക്കാരനായതുകൊണ്ട്, തെറ്റ് എന്റെ ഭാഗത്തായതുകൊണ്ട്. അല്ല, തെറ്റ് ആക്ച്വലി താങ്കളുടെ ഭാഗത്തുണ്ടോ? ഞാൻ ശ്രദ്ധിച്ചില്ല. എന്റെ ശ്രദ്ധക്കുറവ് ഒരു എലമെന്റ് ആണ് ഇതിനകത്ത്. താങ്കളുടെ ശ്രദ്ധക്കുറവുണ്ട്. ശ്രദ്ധക്കുറവുണ്ട് ഉറപ്പായും. ശരി ശരി, ഓക്കെ. അപ്പൊ അത് റെഡി. നമ്മൾ കയ്യോടെ പിടികൂടുമ്പോ നമുക്കുണ്ടാവുന്ന ഒരു വിഷമമുണ്ട്. അത് മാത്രമല്ല, നമ്മൾ അത് മനഃപൂർവ്വം ചെയ്തല്ല. മനഃപൂർവ്വം അല്ല. അതുകൊണ്ട് ആള് കുറ്റപ്പെടുത്തിയപ്പോ നമുക്കൊരു വിഷമം, ഉറപ്പായിട്ടും. എന്നെ മനസ്സിലാക്കിയില്ലല്ലോ എന്നൊരു തോന്നൽ വന്നു. ശരിയല്ലേ? അല്ലേ? അതെ. നോക്കിയേ, ഇപ്പൊ നിങ്ങൾക്കുണ്ടായ നിങ്ങളുടെ ലൈഫിൽ അനുദിനം ഉണ്ടാകുന്ന ജീവിതത്തിൽ ഈ പറഞ്ഞ വൈകാരിക അനുഭവങ്ങളാണിത്. ഈ വികാരത്തെ നമ്മൾ പ്രകടിപ്പിക്കുമ്പോൾ സാധാരണഗതിയിൽ നമ്മുടെ വീടുകളിലൊന്നും അത്രയ്ക്ക് ചിന്തിച്ചിട്ടൊന്നുമല്ല ഇത് പ്രകടിപ്പിക്കുന്നത്. നമ്മൾ ആ വൈകാരിക അനുഭവത്തെ തുറന്ന് പങ്കുവെക്കുമ്പോൾ ശരിക്കും ഒരു പാറ്റേൺ ഉണ്ട്. ആ പാറ്റേൺ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ വളരെ നന്നായിട്ട് അത് ചെയ്യാൻ പറ്റും. നിങ്ങൾ പറഞ്ഞതിൻ്റെ വെളിച്ചത്തിൽ ഞാൻ പറയാം. അതായത് ഇപ്പോൾ ഇവിടെ കുഞ്ഞ് ക്രയോൺ കഴിക്കുന്നു, നമ്മൾ അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു, നമ്മൾ ശ്രദ്ധിച്ചില്ല. ഭാര്യ വന്നിട്ട് കുറ്റപ്പെടുത്തുന്ന വിധത്തിൽ സംസാരിച്ചു. അപ്പോൾ എനിക്ക് ദേഷ്യം വന്നു, അല്ലെങ്കിൽ സങ്കടം വന്നു. ഓക്കെ, അപ്പോൾ നമ്മൾ പിന്നീട് ഇരിക്കുന്ന സമയത്ത് ജീവിത സഖിയോട് പറയാണ്, നീ കുഞ്ഞ് അങ്ങനെ ക്രയോൺ കഴിക്കുന്ന കണ്ട് വന്നപ്പോൾ നീ എന്നോട് എന്തെടുക്കായിരുന്നു എന്നുള്ള രീതിയിൽ ടോൺ ഉയർത്തി ചോദിച്ചപ്പോൾ എനിക്ക് ദേഷ്യം വന്നു. ദേഷ്യം വരാൻ ഒരു കാരണമുണ്ട്. കാരണം ഏതാണ്? നീ അങ്ങനെ സംസാരിച്ചപ്പോൾ നീ എന്നെ മനഃപൂർവ്വം ഞാനത് ചെയ്തതുപോലെ ഉള്ളൊരു ഫീലാണ് എനിക്ക് വന്നത്. നീ എന്നെ മനസ്സിലാക്കിയില്ല എന്ന് എനിക്ക് തോന്നി. ഈ രീതിയിൽ നോയല് മിനുവിനോട് സംസാരിച്ചാൽ മിനുവിന് എന്ത് ഫീൽ ചെയ്യും? നമുക്കത് നമുക്ക് ആളെ മനസ്സിലാക്കാൻ പറ്റും. പിന്നെ ഇനിയും ഇതുപോലത്തെ ഒരു സിറ്റുവേഷൻ വരുമ്പോൾ നമ്മൾ മാക്സിമം അത് കുറയ്ക്കാൻ നോക്കും. നമ്മൾ ബോധപൂർവ്വം അങ്ങനെ കുറ്റപ്പെടുത്തത്തില്ല. അതെ. അത് ഉറപ്പായിട്ടും നമ്മൾ ഭാവിയിൽ അപ്പൊ നമ്മുടെ ഫീലിങ്സ്, വികാരം കറക്റ്റായിട്ട് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്തു. നമ്മൾ ആളെ ഒന്നും പറഞ്ഞിട്ടില്ല. ഇപ്പൊ ഇവിടുത്തെ ബെന്നിയുടെ കാര്യത്തില് നമ്മൾ വഴിക്ക് പോകുമ്പോൾ ഭാര്യ ഉപദേശമായിട്ട് വരാണ്. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ നമ്മൾ ഭാര്യയോട് പറയാണ്, സ്വസ്ഥമായിരിക്കുന്ന സമയത്ത് പറയാണ്, ഞാൻ ആ PTA മീറ്റിങ്ങിന് പോയപ്പോൾ നീ എന്നോട് ഇങ്ങനെയൊക്കെ പറഞ്ഞ സമയത്ത് എനിക്ക് ശരിക്കും നിന്റെ സംസാരം കേട്ടപ്പോൾ ദേഷ്യം വന്ന കാരണം നീ അങ്ങനെ സംസാരിക്കുമ്പോൾ എനിക്ക് ഫീൽ ചെയ്യുന്നത് എന്താ, എനിക്കൊരു വിവരമില്ല, ഞാൻ സംസാരിക്കാൻ ഒരു വകതിരിവില്ല സംസാരിക്കും എന്നൊക്കെ നീ എന്നെ അങ്ങനെ ചുരുക്കി കളയുന്ന പോലെ എനിക്ക് തോന്നി. അതെനിക്ക് അങ്ങനെ നമ്മൾ ഷെയർ ചെയ്യണം. പിന്നെ നമ്മൾ ആളോട് നീ മേലാൽ അങ്ങനെ പറയരുതെന്നൊന്നും പറയുന്നില്ല. പക്ഷെ ഞാൻ എൻ്റെ അനുഭവം പറയുക. അപ്പം ഇയാൾക്ക് മനസ്സിലാക്കാനുള്ള അത്യാവശ്യം ഒരു ഉണ്ടാവില്ലേ? അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവില്ലേ? അതാണ് ശരിക്കും ആരോഗ്യകരമായ പങ്കുവെക്കൽ. ചിലപ്പോൾ നമ്മളിങ്ങനെ ആരോഗ്യകരമായി പങ്കുവെച്ചിട്ട് മറ്റേയാൾക്ക് മനസ്സിലാക്കാതെ പോകാം. അത് വേറൊരു വിഷയമാണ്. അത് നമ്മൾ അതിനകത്തേക്ക് വേറെ രീതിയിൽ അതിനകത്തേക്ക് കൊണ്ടുവരണം. പക്ഷേ നമ്മളെ തന്നെ തുറന്ന് പങ്കുവെക്കുന്നതിൻ്റെ ഭാഗമാണത്. നമ്മുടെ അനുഭവത്തെ തുറന്നു വയ്ക്കും. ഇപ്പം നിങ്ങൾ നേരത്തെ പറഞ്ഞില്ലേ, അതായത് നമ്മുടെ വീട്ടിൽ നമ്മൾ അസുഖമായിട്ട് കടന്നു കഴിഞ്ഞപ്പോൾ നമുക്ക് ഭാര്യ എല്ലാ കാര്യം ചെയ്തു തന്നു. അപ്പൊ നമുക്കുണ്ടായ വികാരമാണ് ഏത്? സന്തോഷം, സ്നേഹം ഉണ്ടായല്ലേ. പിന്നീട് എന്ന് പറഞ്ഞാൽ അന്നത്തെ മാത്രമല്ല ഇന്നും നമുക്ക് പറയാവുന്ന ഒരു കാര്യമുണ്ട്. എന്തായിരിക്കും അത് പറയാവുന്ന? എനിക്ക് പറ്റിയൊരു പറ്റെന്ന് പറഞ്ഞാൽ അന്ന് എനിക്കൊരു തിരിച്ചറിവ് കിട്ടി അതിനകത്ത്. അതായത് ഇവര് എന്താണോ മനസ്സിൽ ആഗ്രഹിച്ചിരുന്നതെന്ന് എനിക്ക് മനസ്സിലാക്കാൻ പറ്റി. കാരണം അതുകൊണ്ട് ആ 3 വർഷം ഞാൻ കൊടുക്കേണ്ട ഒരു സ്നേഹം, അതായത് ഏറ്റവും പ്രയോറിറ്റി കൊടുക്കേണ്ടത് കൊടുത്തില്ലെന്നൊരു തിരിച്ചറിവ് എനിക്ക് അന്ന് കിട്ടി. കാരണം എനിക്ക് എന്റെ ഇപ്പൊ 88 വയസ്സുണ്ട്, എന്റെ അമ്മയെ ഇപ്പോഴും എനിക്ക് ജീവനാണ്. അതെ. കാരണം ഈ ഭാര്യയ്ക്ക് കൊടുക്കുന്ന അതേ ഉമ്മകള് എല്ലാ ദിവസവും എന്റെ അമ്മയ്ക്ക് കൊടുക്കും. ഞാൻ രാത്രിയിലും അമ്മയെ ഉമ്മ വെച്ച് കിടത്തിയിട്ട് ഞാൻ തിരിച്ച് എന്റെ മുറിയിലേക്ക് പോകൂ. അതെ അല്ലേ? ഓക്കെ, നല്ല കാര്യമാണ്. ഇപ്പൊ കുഴപ്പമില്ല. അന്ന് എനിക്ക് ഞാൻ പറഞ്ഞത് തിരുവചനത്തിന്റെ ഒരു തെറ്റ് ഞാൻ ചെയ്തു. തിരുവചനം വിവാഹം കഴിച്ചപ്പോൾ പഠിപ്പിച്ചൊരു കാര്യം, അതായത് ഇതെല്ലാം ഉപേക്ഷിച്ച് ഭാര്യയോട് ചേരണമെന്ന് പഠിപ്പിച്ചിരുന്നു. ഞാൻ തെറ്റിച്ചു. അവിടെയാണ് പ്രശ്നം. അല്ല, അപ്പൊ ആ പ്രശ്നത്തെ കുറിച്ചല്ല. അന്ന് നമുക്കുണ്ടായ ഞാൻ അസുഖമായി കിടന്നപ്പോൾ എൻ്റെ ഭാര്യ എനിക്ക് എല്ലാം ചെയ്തു തന്നപ്പോൾ എനിക്കൊരു വികാരം ഉണ്ടായി. പോസിറ്റീവായ ഇമോഷനാണ്. സ്നേഹം ഉണ്ടായി, അടുപ്പുണ്ടായി, അല്ലെങ്കിൽ സന്തോഷം ഉണ്ടായി. ഇതിനെക്കുറിച്ച് പിന്നീട് ജീവിത പങ്കാളിയോട് പറയുമ്പോൾ ബന്ധം കുറച്ചും കൂടി വളരും. എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ, നീ അന്ന് ഞാൻ അങ്ങനെ അസുഖമായിട്ട് കിടന്നപ്പോൾ എൻ്റെ എല്ലാ കാര്യങ്ങളും നീ ചെയ്തു തന്നപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. കാരണം നീ എന്നെ അത്രമാത്രം വിലമതിക്കുന്നതായിട്ട് എനിക്ക് തോന്നി. പക്ഷെ അത് ഞാൻ പറഞ്ഞില്ലെങ്കിലും ഞാൻ തിരിച്ച് അത് കൊടുത്തു. അതെ. അല്ല, അത് പറയുമ്പോൾ കുറച്ചും കൂടി ഇഫക്റ്റ് വീട്ടിൽ ഉണ്ടാകും. തീർച്ചയായിട്ടും. അതാണ് ആ വികാരങ്ങളുടെ തുറന്നു. അത് പോസിറ്റീവ് ആകാം, നെഗറ്റീവ് ആകാം. പക്ഷെ ആരോഗ്യകരമായ രീതിയിൽ നമ്മളത് തുറന്ന് പങ്കുവെക്കുകയാണ്. അപ്പോൾ അതിനൊരു സ്ട്രക്ചർ ഉണ്ട്. നമുക്ക് ഇവരുടെയും കൂടി എക്സാമ്പിൾ വെച്ചിട്ട് അതിനൊന്ന് ഉറപ്പിക്കാം. നിങ്ങൾ പറഞ്ഞ ഉദാഹരണം ഒന്ന് പറഞ്ഞു. ഒന്നുകൂടി. നമ്മുടെ അയണിങ്ങിന് കൊടുക്കുമ്പോൾ ആള് മറന്നു പോകുന്നു അല്ലേ? മറന്നു പോകുമ്പോൾ
നമുക്ക് ദേഷ്യം വരും. ദേഷ്യം വരും. ശരിക്കും വന്ന വികാരം ഏതാ? ദേഷ്യമാണ്. ദേഷ്യം വരാൻ കാരണം എന്താ? അത് അയണിങ് ചെയ്യാൻ കൊടുത്തില്ല ആള്. അപ്പൊ കൊടുക്കാത്തത് ഒരു സംഭവമാണ്. എന്റെ കാര്യത്തിന് ഒരു പ്രയോറിറ്റി കൊടുക്കാത്ത പോലെ. എന്റെ കാര്യം ഞാൻ എത്ര വട്ടം അവളോട് പറയുന്നതാണ്, എന്നിട്ട് അവൾ ശ്രദ്ധിക്കണം. എന്റെ കാര്യത്തിൽ ആൾക്ക് അത്ര ശ്രദ്ധയില്ല എന്നൊരു തോന്നല്. പക്ഷെ ഇത് ശരിക്കും ഉള്ള കാര്യമാണോ? അല്ല. പക്ഷെ നമുക്ക് അങ്ങനെ വരികയാണ്. അങ്ങനെ നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് തോന്നുന്നു. അപ്പൊ നമ്മൾ ഇത് ഭാര്യയോട് എങ്ങനെ തുറന്നു പറയും? ഞാൻ പലവട്ടം നീ ഇങ്ങനെ ഡ്രസ്സ് കൊണ്ടുപോയിട്ട് അത് കൊടുക്കാതെ മറന്നു പോകുമ്പോൾ എനിക്ക് ദേഷ്യം വരുന്നുണ്ട്. ദേഷ്യം വരുന്നതിന് പുറകില് എൻ്റെ ഉള്ളിലുള്ള ചിന്ത എന്ന് പറയുന്നത് നീ എൻ്റെ കാര്യത്തിൽ വേണ്ടത്ര ശ്രദ്ധ കൊടുക്കുന്നില്ല എന്നൊരു തോന്നൽ എനിക്ക് വരുന്നുണ്ട്. അതാണ് തുറന്ന് പങ്കുവെക്കൽ. ഓക്കെ. അപ്പൊ ആൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ചിലപ്പോൾ ആള് മനസ്സിലായാലും ചിലപ്പോൾ അത് മറന്നു പോകുന്നതിന് വേറെയും പല കാരണങ്ങളും ഉണ്ടാകാമല്ലോ ചിലപ്പോൾ. കാരണം അതിനേക്കാൾ പ്രയോറിറ്റിയുടെ വേറെ എന്തെങ്കിലും കാര്യം ആളുടെ ഓഫീസുമായി ബന്ധപ്പെട്ടോ സ്ട്രെസ്സോ എന്തൊക്കെ ഉണ്ടെങ്കിൽ മറന്നു പോകാം. പക്ഷെ ഞാൻ പറഞ്ഞു വരുന്നത് ഒരു കമ്മ്യൂണിക്കേഷൻ ഓഫ് ഇമോഷൻസ്, ഫീലിങ്സ് ആരോഗ്യകരമായി പറയാനുള്ള ഒരു പാറ്റേൺ ആണ് ഇപ്പൊ നമ്മൾ ഈ പറഞ്ഞത്. അതായത് ഉത്തേജനം എന്ത് സാഹചര്യത്തിലാണ് എനിക്കുണ്ടാകുന്ന വികാരം, അപ്പൊ സാഹചര്യം എന്താണ്, വികാരം എന്താണ്, അത് എന്തുകൊണ്ട് എനിക്കുണ്ടായി എന്നുകൂടി പങ്കുവെച്ച് കഴിഞ്ഞാൽ പരസ്പരം മനസ്സിലാക്കാനുള്ള ശേഷി വളരെ കൂടുതലായിരിക്കും. യെസ്, എനിക്ക് തോന്നുന്നു നമുക്ക് അവസാനിപ്പിക്കാനായിട്ട് സമയമായി. പ്രിയമുള്ളവരെ, നമ്മുടെ വീടുകളിലൊക്കെ ജീവിതസഖിയുടെ പെരുമാറ്റത്തിൽ നിന്ന് പല വിധത്തിലുള്ള വികാരങ്ങൾ നമുക്കുണ്ടാകാറുണ്ട്. സന്തോഷം ഉണ്ടാവും, ദുഃഖം ഉണ്ടാവും, ഭയം ഉണ്ടാവും, അടുപ്പം ഉണ്ടാവും, സ്നേഹം ഉണ്ടാവും, പലതുണ്ടാവും, മാറി മാറി വരും. ഈ വൈകാരിക അനുഭവങ്ങൾ പലപ്പോഴും പിന്നിട്ടതിന് ശേഷം അതിനെ തുറന്ന് പങ്കുവെക്കുന്ന ഒരു ശീലം പലപ്പോഴും നമ്മുടെ കുടുംബങ്ങളിൽ കാണാറില്ല. പക്ഷെ അതുണ്ട് എങ്കിൽ ബന്ധം കുറച്ചുകൂടി വളരും, ഊഷ്മളമാകും. അത് പങ്കുവെക്കാനുള്ളൊരു വഴിയാണ് നമ്മൾ ഇന്ന് ഈ 4 ദമ്പതികൾ അവരുടെ ഓൺ ലൈഫിൽ നിന്ന് നല്ല അനുഭവങ്ങളിലൂടെ ഷെയർ ചെയ്തത്. അതായത് നമുക്കുണ്ടാകുന്ന വികാരം, അത് ഉണ്ടാക്കിയ ഒരു സംഭവം, അതോടൊപ്പം തന്നെ ആ വികാരം ഉണ്ടായപ്പോൾ നമുക്കുണ്ടായ ഒരു ഫീലിംഗ്, അതായത് നമുക്ക് എന്ത് തോന്നലുണ്ടായത് കൊണ്ടാണ് ആ വികാരം വന്നത്, അങ്ങനെ ഒരുമിച്ചിരുന്ന് ഒന്ന് നല്ല ഭംഗിയായിട്ടൊന്ന് ഷെയർ ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ, നല്ല വ്യക്തമായിട്ടൊന്ന് പങ്കുവെക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ സ്നേഹം ആഘോഷപൂർവ്വം ജീവിക്കാനായിട്ട് നമുക്ക് സാധിക്കും. അതിന് നിങ്ങൾക്ക് എല്ലാവർക്കും കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. നമ്മുടെ ബന്ധങ്ങൾ വളരട്ടെ, കുടുംബങ്ങൾ ശക്തിപ്പെടട്ടെ. ഇത് നേരത്തെ കിടക്കാത്തതിലാണ് ഞാൻ പരാതി പറയാറുള്ളത്. അതെന്താണ് പറയുന്നത്? രാത്രി എനിക്കൊരു 10 മണിയാകുമ്പോഴത്തേക്കും കിടക്കണമെന്നോ ആഗ്രഹമുള്ള. എനിക്ക് 10 മണിക്ക് കിടക്കണം. കാരണം കറണ്ട് ബില്ല് പേടിച്ചിട്ടാ. കറണ്ട് ബില്ല് പേടിക്കും. അപ്പൊ 10 മണിയാകുമ്പോഴത്തേക്കും ലേറ്റ് കിടത്തണമെന്ന് എല്ലാവരോടും പറയും. നേരത്തെ കിടക്കാണെങ്കിൽ സാമ്പത്തിക ലാഭം ഉണ്ടല്ലേ? അതെ, അതാണ് അപ്പൊ 10 മണിയാകുമ്പോ പിന്നെ ഇവളെന്റെ അടുത്തേക്ക് വരികയും ചെയ്യില്ലോ. ഇപ്പൊ നമ്മള് ഡ്രസ്സ് എടുക്കാനൊക്കെ ആയിട്ട് പോകുമല്ലോ, നമ്മൾ കടയിലേക്ക് പോകുമ്പോ അവിടെ ഇരിക്കുന്ന കംപ്ലീറ്റ് സാധനങ്ങൾ വലിച്ചു വരി അതിങ്ങനെ നോക്കിയിട്ട് അപ്പൊ ഞാനിങ്ങനെ ബാക്കിലുണ്ടാവും. അപ്പൊ നമ്മൾ ആ പാവം സ്റ്റാഫിനെ നോക്കുമ്പോ അവരിങ്ങനെ ഓരോന്ന് ഇടുമ്പോൾ ഇങ്ങനെ ആലോചിച്ച് ഇങ്ങനെ കഷ്ടപ്പെടുന്നുണ്ടോ. ഇതിങ്ങനെ വലിച്ചിടിപ്പിച്ച് അവസാനം പറയും ഇതൊന്നും പിടിച്ചില്ല, വേറെ കടയിലേക്ക് പോവാന്ന് പറയും. എനിക്ക് തോന്നുന്നു കുടുംബജീവിതത്തിന്റെ സുസ്ഥിരതയ്ക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ ഉള്ളിൽ പിടിച്ചു വെക്കുന്നതായിരിക്കും നല്ലതെന്നുള്ള അഭിപ്രായക്കാരനാണ് ഞാൻ. അനുഭവത്തിൽ പറയുന്നതാണ്.